വെൽക്കം ബാക്ക് ടു അവർ ലെക്ചറിങ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഡെറിവേറ്റീവിൻ്റെ ബേസിക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവിന് രണ്ട് വേർഷൻ നമ്മൾ പറഞ്ഞു, ഒന്ന് ഫിസിക്കലായിട്ട് ഉള്ളൊരു വേർഷനും ദെൻ ജോമെട്രിക്കൽ വേർഷൻ. അപ്പോൾ ഫിസിക്കലി ഡെറിവേറ്റീവ് ഈസ് ദി വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ആണെന്നും ആൻഡ് ജോമെട്രിക്കലി ഡെറിവേറ്റീവ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ലൈൻ ഓഫ് എ ഗിവൺ കർവ് ആണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ വെലോസിറ്റി എന്താണെന്നും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ഡിസ്കസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ ലൈൻ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ടാൻജൻറ്റ് എന്താണെന്ന് സ്ലോപ്പ് എന്താണെന്ന് കുറേ മുന്നേ നമ്മൾ +2 മുന്നേ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. 10th തന്നെ നമ്മൾ ടാൻജൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസിഡർ എ ഗ്രാഫ്, എ കർവ്. This is the curve y is equal to f of x. Okay, this is the curve y is equal to f of x. Then let P and Q be 2 points on the curve. P is equal to some x0 y0 and Q be the points x0 delta x, x0 plus delta x and y0 plus delta. Okay, P and Q are 2 points on the given curve y is equal to f of x with P is equal to x0 y0 and Q is equal to x0 plus delta x and y0 plus delta y. Okay, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സീക്കൽ ലൈൻ ഈ പിനെയും ക്യൂനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സീക്കൽ ലൈൻ വരയ്ക്കാൻ പറ്റില്ലേ? ദിസ് ഇസ് ദ സീക്കൽ ലൈൻ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഓക്കെ, ഇപ്പോൾ ദിസ് ഈസ് എ സീക്കൽ ലൈനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ഒരു കർവ്, അതായത് ഈ ക്യൂ മൂവ് ടുവേർഡ്സ് പി അലോങ് ദ കർവ്. വെൻ Q moves towards P along the curve, ഈ ഒരു കർവിലൂടെ ഈ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്ത് വരാം. അപ്പോൾ ക്യൂ പിയിലേക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിൻ്റ് എവിടെയാണെന്ന് വിചാരിക്കും. ദെൻ ദ സീക്കൽ ലൈൻ ബിക്കം ഇങ്ങനെയാവും അല്ലേ? ദെൻ ഒന്നും കൂടെ മൂവ് ചെയ്ത് വന്നാൽ സീക്കൽ ലൈൻ ഇങ്ങനെയാവും. സോ മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താവും? ലാസ്റ്റ് ദ സീക്കൽ ലൈൻ ബിക്കം ദ ടാൻജൻ ലൈൻ അറ്റ് ദ പോയിൻറ്റ് പി ആവും. ക്ലിയർ ആയ കൺസെപ്റ്റാണ്. പിയും ക്യൂവും 2 പോയിൻറ്റ്സ് അറ്റ് ഡിസ്റ്റൻസിലുള്ള 2 പോയിൻറ്റ്സ് ആയിരുന്നെങ്കിൽ ദെൻ ക്യൂ പിയിലേക്ക് മൂവ് ചെയ്ത് വരാം. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ഈ പിക്കും ക്യൂക്കും ഇടയ്ക്കുള്ള. ദെൻ അറ്റ് ലാസ്റ്റ് എന്താവും? ഈ സീക്കൽ ലൈൻ എന്നുള്ളത് ജസ്റ്റ് ഈ പി എന്ന പോയിൻറ്റിലുള്ള ടാൻജൻ ലൈനാവും. when Q moves towards P along the curve, the secant line become the tangent line at the point P. Okay, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ പി എന്നുള്ള പോയിൻ്റ് x0 y0 ആണെന്നും Q എന്നുള്ള പോയിൻ്റ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഈ പി കർവിലുള്ള പോയിൻറ്റ്സ് ആണല്ലേ. പിയും ക്യൂവും കർവിലുള്ള പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ കർവിൻ്റെ ഇക്വേഷൻ y is equal to f of x എന്നായതുകൊണ്ട് ഈ 2 പോയിൻറ്റ്സും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യല്ലോ. സോ സിൻസ് പി ആൻഡ് ക്യൂ ആർ ദി പോയിൻറ്റ്സ് ഓൺ ദ കർവ് y is equal to f of x, it must satisfy this equation. Okay, we have ഏതൊക്കെയാണ് പോയിൻറ്റ്സ്? ഈ ഒരു പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? y0 is equal to f of x0 ആൻഡ് ഈ പോയിൻ്റ് ഇതുപോലെ എഴുതുകയാണെങ്കിൽ y0 പ്ലസ് ഡെൽറ്റ y is equal to f of x0 പ്ലസ് ഡെൽറ്റ x. ഓക്കെ, y is equal to f of x എന്നുള്ള കർവിലുള്ള പോയിൻറ്റ്സ് ആണ് ഈ 2 പിയും ക്യൂവും എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് we can write it as y0 is equal to f of x0 and y0 plus delta y is equal to
എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് എങ്ങനെ എഴുതാം? നമ്മൾ ലാസ്റ്റ് ആവറേജ് വെലോസിറ്റി കണ്ടപ്പോൾ എഴുതില്ല, അതേപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ സീറോ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ സീറോ എന്ന് പറയുമ്പോൾ എന്ത് വരും? ജസ്റ്റ് ഡെൽറ്റ വൈ എന്ന് മാത്രമേ വരുള്ളൂ. സോ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് സീറോ എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് പോയിൻറ്റ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. കുറേ മുന്നേ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആയിരിക്കും ഇതൊക്കെ. മറന്നിട്ടുണ്ടോ എന്നറിയില്ല, റിവൈസ് ചെയ്യുക. നമ്മൾ സ്ലോപ്പ് കാണാനൊക്കെ ഒരുപാട് ലൈനിൻ്റെ ഇക്വേഷനൊക്കെ y = mx + c എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് എനിക്ക് തോന്നുന്നു +1 പഠിക്കുന്നുണ്ടാവും. അവിടെ പറയുന്ന ഒരു ഇക്വേഷനാണ് y2 ജസ്റ്റ് 2 പോയിൻറ്റ്സ് x1 y1 x2 y2 എന്നുള്ള 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ, സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് എഴുതുന്നത് കേട്ടോ, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പല്ല. അത് നമ്മൾ എഴുതുന്നത് ഈ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ എഴുതുന്നത്. സീക്കൻഡ് ലൈനിൻ്റെ 2 പോയിൻറ്റ്സ് ആണ് x0 y0യും x0 പ്ലസ് ഡെൽറ്റ എക്സും y0 പ്ലസ് ഡെൽറ്റ y0 പ്ലസ് ഡെൽറ്റ y എന്നുള്ളത്. സോ സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നമ്മുടെ y2 എന്ന് പറയുന്നത് ഏതാണ് പോയിൻറ്റ്? നമുക്കുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? y2 എന്ന് പറയുമ്പോൾ ഇത് വരും അല്ലേ, ഇതാണ് x1 y1 x2 y2. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ y2 മൈനസ് y1 എന്ന് പറയുമ്പം y0 പ്ലസ് ഡെൽറ്റ y മൈനസ് y1 എന്ന് പറയുമ്പം y0 ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പം x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് x0. സോ സിംപ്ലി നമുക്ക് എന്ത് മാത്രമായി വരും? ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയതിപ്പം സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ജസ്റ്റ് ആ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള ആ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളിവിടെ നമ്മളെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് x0 y0 x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ എന്നാണ്. സോ നമ്മൾ ആ ഇക്വേഷനായിട്ട് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ദെൻ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0, അല്ലെങ്കിൽ അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ ക്യൂ മൂവ്സ് ടുവേർഡ്സ് പി അലോങ് ദി കർവ്, അതായത് ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ് അല്ലേ. ഡെൽറ്റ എക്സ് പിക്കും ക്യൂക്കും ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എക്സ് കുറഞ്ഞു വരികയാണ്. സോ ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ദ സീക്കൻഡ് ലൈൻ ബിക്കം ദ ടാൻജൻറ്റ് ലൈൻ ആണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ഡെൽറ്റ എക്സ് ബിക്കംസ് വെരി സ്മാൾ, the secant line PQ comes close to the tangent at P. Hence, slope of the tangent line is the delta y by delta x at delta x approximately equal to 0. Slope of the tangent line is delta y by delta x at delta x is approximately equal to 0. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തില്ലേ ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതുമായിട്ട് കമ്പയർ ചെയ്താൽ നോക്കിയാൽ നമുക്കറിയാം സെയിം കൺസെപ്റ്റാണ്. അവിടെ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്നുള്ളത് എന്താണ് ഡിഫൈൻ ചെയ്തത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. വെൻ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി വിൽ ബിക്കം ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നാണ് ഡിഫൈൻ ചെയ്തത് നമ്മൾ. അതേ കൺസെപ്റ്റിനാണ് ഇവിടെ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി
slope of the secant line when delta x is moves towards the 0, then the delta y by delta x is the slope of the tangent line at that point now. So we have to do one problem. നമുക്ക് തിയറി പറയുന്നതിനേക്കാൾ ക്ലിയർ ആവാൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. ഓക്കെ, യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു കമ്പ്യൂട്ട് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y is equal to 5x square minus 3x plus 1 where x0 is equal to 0. ഓക്കെ, അപ്പം ഇതാണ് ഈ വേർഡാണ് കേട്ടോ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വെലോസിറ്റി കാണാം, അതല്ലെങ്കിൽ സ്ലോപ്പ് കാണാമെന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിന് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം ജസ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് വെലോസിറ്റി ആണെങ്കിലും സ്ലോപ്പ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ആ മെത്തേഡിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗിവൺ ദാറ്റ് എന്താണ് ഗിവൺ ഫംഗ്ഷൻ എന്താണ് y is equal to f of x is equal to 5x square minus 3x plus 1 and x0 is equal to 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, x0 equal to 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ഡെൽറ്റ എക്സ് ബി വെരി സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടാൻജന്റ് ലൈനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാൻ എന്തിൻ്റെയാണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈനാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇക്വേഷൻ അറിയുന്നത് സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ കാണും, ദെൻ ഡെൽറ്റ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ കാണാം. നമ്മൾ ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കണ്ട സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ലെറ്റ് പി ബി ദ പോയിൻറ്റ്സ്. Let P be the point x0, y0 and Q be x0 plus delta x, y0 plus delta y. Then slope of the secant line PQ. The slope of the secant line PQ is equal to delta y by delta x. By definition delta y by delta x, that is f of x0 plus delta x minus f of x0 by delta x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x² minus 3x+ 1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? എഫ് ഓഫ് x0 plus delta x എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ റീപ്ലേസ് ചെയ്യുക? x0 plus delta x എന്നുള്ളത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ 5 x0 plus delta x² minus 3 x0 plus delta x plus 1. ഇതാണ് എഫ് ഓഫ് x0 plus delta x കേട്ടോ. നെക്സ്റ്റ് മൈനസ് എഫ് ഓഫ് x0 എന്നാണ് എഴുതുന്നത്. So 5 x0² minus 3x0 plus 1 divided by delta x. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. 5 x0² plus 2 x0 delta x plus delta xൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷനാണിത്. മൈനസ് 3 x0 minus 3 delta x plus 1. ഇതുപോലെ തന്നെ ഇത് മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -5x0² plus 3 x0 minus 1 whole divided by delta x. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ 5x0² -5x0² ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ -3x0 ഇവിടെ +3x0 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. +1 -1 ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ, ഇത്രയും ടൈമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. ബാക്കി റിമൈൻഡ് 5 × 10 x0 delta x plus delta xൻ്റെ സ്ക്വയർ
ഇവിടെ ഒരു -3 ഇൻറ്റു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ എക്സിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 10 ഇൻറ്റു x0 പ്ലസ് ഡെൽറ്റ എക്സ് -3 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും. സോ ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10x0 പ്ലസ് ഡെൽറ്റ എക്സ് -3 എന്ന് വരും. ഓക്കെ, ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താണ് സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ PQ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? x0 ഈസ് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ പുട്ട് ചെയ്തിട്ടില്ല. സോ x0 ഈസ് ഈക്വൽ ടു 0 ആയി തന്നതുകൊണ്ട് തന്നെ അത് പുട്ട് ചെയ്ത് തന്നു കിട്ടും. x0 ഈസ് ഈക്വൽ ടു 0. ദ സ്ലോപ്പ് ഓഫ് ദി secant PQ is equal to നമുക്കിവിടെ 10 ഇൻറ്റു x0 ഒന്നുമില്ല. സോ 10 ഇൻറ്റു 0 പ്ലസ് ഡെൽറ്റ എക്സ് -3 എന്ന് കിട്ടും. സോ ജസ്റ്റ് ഡെൽറ്റ എക്സ് -3 എന്നാണ്. Therefore the slope of the tangent line is എന്താ കിട്ടുക? സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ നമ്മൾ പറഞ്ഞു when delta x is approximately equal to 0 അല്ലേ? delta x approximately equal to 0 എന്ന് പുട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ കിട്ടുക. സോ ഇവിടെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു -3. അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ആവറേജ് വെലോസിറ്റി കണ്ടപ്പോൾ തന്നെ സെയിം മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ലോപ്പ് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ കാണുന്നതിലും അപ്ലൈ ചെയ്തത്. നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആ ഒരു കോഷ്യൻ്റ് എന്താണോ അത് കണ്ടു. ദെൻ നമ്മൾ എന്താണ് ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടി. സ്ലോപ്പിൻ്റെ കേസിലാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് എന്താണ് ഐഡൻറ്റിക്കൽ മെത്തേഡാണ്. രണ്ട് കൺസെപ്റ്റ്സ് ആണെങ്കിലും ഐഡൻറ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ജനറലൈസ് ചെയ്യണം. ഓക്കെ, സെയിം ഇക്വേഷൻ നമ്മൾ രണ്ട് കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കോഷ്യൻ്റ് ഉണ്ടല്ലോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ? ഈ ഒരു കോഷ്യൻ്റാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു കോഷ്യൻ്റിനെ നമ്മൾ ഇനി എന്താണ് മറ്റേ വെക്റ്ററിൻ്റെ വെലോസിറ്റിയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ ആവറേജ് വെലോസിറ്റി എന്നും, ഈ ഒരു സ്ലോപ്പിൻ്റെ കേസിലാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ എന്നാണ് പറയുക. അപ്പോൾ ഇനി നമ്മളിതിനെ കോമൺ ആയിട്ട് ഡിഫറൻസ് കോഷ്യൻ്റ് എന്നാണ് പറയുക. എന്താണ് ഡിഫറൻസ് കോഷ്യൻ്റ്? ഓക്കെ, then the final number obtained when put delta x is approximately equal to 0 is called the derivative. Okay, അപ്പോൾ ഈ ഒരു കോഷ്യൻ്റ് നമ്മൾ ഡിഫറൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നു. then delta x is approximately equal to 0 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈനൽ നമ്പറിനെ, ആ ഒരു ഫൈനൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നു. നോർമലി ഡെറിവേറ്റീവ് ഈസ് ഡിനോട്ടഡ് ആസ് f'(x) അതല്ലെങ്കിൽ dy/dx. dy/dx എന്ന നൊട്ടേഷൻ നമ്മൾ പിന്നീടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ f'(x) എന്നുള്ള ആ ഒരു നൊട്ടേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമ്മൾ കോമൺ ആയിട്ടിപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്തു. ഇനി ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നോ ആവറേജ് വെലോസിറ്റി എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ സ്ലോപ്പോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിനെന്താണ് ഡിഫറൻസ് കോഷ്യൻ്റ്. ഇതിന് ആ ഫൈനൽ നമ്പർ ഡെൽറ്റ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈനൽ നമ്പറിന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അതല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് പറയുന്നു? ഡെറിവേറ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മോട് ക്വസ്റ്റ്യൻ പറയാനുണ്ട്. ഒരു ഫംഗ്ഷൻ f(x) = x² അല്ലെങ്കിൽ f(x) = x³ + 2x എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ യൂസിങ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ്. ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. പക്ഷേ യൂസിങ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്ത സെയിം മെത്തേഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതായത് സെയിം മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഡിഫറൻസ് കോഷ്യൻ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളത് നമ്മൾ കാണുന്നു. ദെൻ അതിൽ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്യുന്നു. ദെൻ ആ കിട്ടുന്ന നമ്പറായിരിക്കും ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ,
ആ ഒരു മെത്തേഡാണ് ഡെറിവേറ്റീവ് യൂസിങ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെയുള്ളൊരു പ്രോബ്ലം കൂടെ, അതായത് ആ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റും കണ്ട സെയിം മെത്തേഡ്, ജസ്റ്റ് അങ്ങനെയൊരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. ഈ ഒരു ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് കാണുന്നു, ദെൻ ഡെൽറ്റ എക്സിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേര് ഡിഫറൻഷിയേഷൻ എന്നുള്ള കേട്ടോ. ഓക്കെ, 3 ടേം, ഈ ഒരു കോഷ്യൻറ്റിനെ പറയുന്ന പേരാണ് ഡിഫറൻസ് കോഷ്യൻറ്റ്. ദെൻ ഡെൽറ്റ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ കിട്ടുന്ന ഫൈനൽ നമ്പറിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിനോട്ടഡ് ആസ് എഫ് ഡാഷ് എക്സ് ആൻഡ് ദിസ് operation for the operation of finding the derivative is called the differentiation. The operation of finding the derivative of a function is called the differentiation. Okay, use delta y by delta x method to compute the derivative of f of x is equal to ax square where x0 is equal to 1. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാത്രേ ഉള്ളൂ. സിംപ്ലി നമുക്ക് ഒറ്റ സെക്കൻഡിൽ 1 സെക്കൻഡിൽ ആൻസർ പറയാവുന്നേ ഉള്ളൂ. ഇതിന് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2ax എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax square. Okay, then we have the difference quotient അല്ലേ. ഡെഫിനിഷൻ ഡിഫറൻസ് കോഷ്യൻ്റ് എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണ്? എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ ഡിഫറൻസ് കോഷ്യൻ്റ് അല്ലേ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതാണ്. സോ എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഗിവൺ ആസ് എ എക്സ് സ്ക്വയർ. സോ x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിനെ ജസ്റ്റ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളതുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ്. സോ x0 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ എക്സ് സ്ക്വയർ. സോ എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പം എ ഇൻറ്റു x0 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ. സോ അതുപോലെ തന്നെ എഫ് ഓഫ് x0 എന്ന് പറയുമ്പം ജസ്റ്റ് എ x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ x0 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് x0 ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തത് എങ്ങനെ കൊടുത്താലും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, എ ഇൻറ്റു x0 സ്ക്വയർ പ്ലസ് 2x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ മൈനസ് എ x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ദെൻ നമുക്കറിയാം എ x0 സ്ക്വയർ ഇവിടെ മൈനസ് എ x0 സ്ക്വയർ ആണ്. സോ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ ജസ്റ്റ് 2x0 2a എന്നുണ്ടാവും. 2a x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. സോ ഡെൽറ്റ എക്സ് ഒരു ഡെൽറ്റ എക്സിന് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി റിമെയിൻ ചെയ്യുന്നത് എന്താണ്? 2a x0 പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. സോ ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2a x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്നിട്ട്. സോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു x0 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. സോ അറ്റ് x0 ഈസ് ഈക്വൽ ടു 1 അല്ലേ, നമുക്ക് x0 ഈസ് ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. സോ അറ്റ് x0 ഈസ് ഈക്വൽ ടു 1 ദ ഡിഫറൻസ് കോഷ്യൻ ബിക്കം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 2a പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി നമ്മോട് ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞത്. ഡെറിവേറ്റീവ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻസ് കോഷ്യൻറ്റിൽ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വെൻ ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ അല്ലെങ്കിൽ വെൻ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എന്തുവരും 2a പ്ലസ് 0 ഈസ് ഈക്വൽ ടു 2a. This is the
എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ നമ്മൾ x0 = 1 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു 2a ഇസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. സെയിം ടൈപ്പ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത് കുറേ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതിനപ്പുറത്തേക്ക് സപ്ലിമെൻ്ററിയിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റിയിൽ ഇപ്പോൾ സ്ലോപ്പിലൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. വേറൊരു മെത്തേഡില്ല. നമ്മൾ പേരുകൾ പലതും മാറ്റി പറയുക എന്നുള്ളത്. ആദ്യം സ്ലോപ്പ് വെലോസിറ്റി പറഞ്ഞു, ദെൻ സ്ലോപ്പ് പറഞ്ഞു, ഇപ്പോൾ ഡെറിവേറ്റീവ് പറയുന്നു. പേരുകളാണ് മാറ്റി പറയുന്നത്. കൺസെപ്റ്റുകളും ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം ആണ്. അപ്പോൾ സെയിം ക്വസ്റ്റ്യനിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ കൂടുതലായിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം.